അടിപൊളി.
ഹലോ ഒന്നാമതെടുത്തു സൈഡിൽ നോക്കേ ഈ പേപ്പർ കാണില്ല, അതാ പ്രശ്നം. ഇങ്ങനെ വെക്കണ്ടി. പറഞ്ഞോ. $270 കെട്ടിടം. ഇതിപ്പം വളരെ നാളത്തെ ഒരു ആവശ്യമാണ് മാനാഞ്ചിറ വെള്ളിമാട് റോഡ് വികസനം. എന്താണ് ഇതിന്റെ സ്റ്റാറ്റസ്? അല്ല, ഗതാഗത കുരുക്ക് വലിയ നിലയിൽ ബാധിക്കുന്ന നഗരമാണ് കോഴിക്കോട് നഗരം. ഇതിന് പരിഹാരം കാണാൻ 2016 കുറച്ച് പദ്ധതികളുമായി മുന്നോട്ട് വന്നു. LDF സർക്കാർ എന്ന് കുറച്ച് പദ്ധതികൾ നടപ്പിലാക്കിയിരുന്നു. ഗതാഗതക്കുരുക്ക് രൂക്ഷമാകുന്നതിൻ്റെ കുരുക്കഴിക്കാനുള്ള ഒരാശ്വാസ പദ്ധതിയാണ് മാനാഞ്ചിറ വെള്ളിമാട് കുന്ന് റോഡ്. ദീർഘകാലമായിട്ട് ഇതിന് പല തടസ്സങ്ങളും പ്രശ്നങ്ങളും ഉണ്ടായിരുന്നു. അതൊക്കെ ചർച്ച ചെയ്ത് ജനങ്ങളുമായി സംസാരിച്ച് സർക്കാർ അത്തരത്തിലൊരു നിലപാട് സ്വീകരിച്ചു. പൊതുവെ അതൊക്കെ പരിഹരിച്ചു. 131 കോടി രൂപയുടെ ഭരണാനുമതി ഒക്ടോബർ മാസം 10, 2023 ഇതുമായി ബന്ധപ്പെട്ട് സർക്കാർ നൽകി. 8.5 കിലോമീറ്ററാണ് ഈ റോഡിൻ്റെ നീളം. നഗരഹൃദയത്തിലൂടെയാണ്, നിങ്ങൾക്കറിയാം. 24 മീറ്റർ വീതിയിലേക്ക് റോഡ് മാറുക എന്ന് പറഞ്ഞാൽ ഇപ്പോൾ അതിൻ്റെ ഒരു പ്രാധാന്യം എത്രയെന്നുള്ളത് ഞാൻ പറഞ്ഞു തരേണ്ടതില്ല. അതിന് ലാൻഡ് അക്വസിഷനുമായി ബന്ധപ്പെട്ട ചില പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ചു. ദീർഘകാല പ്രശ്നം കാരണം പദ്ധതി മുടങ്ങിയിരുന്നു. മുടങ്ങിയ പദ്ധതിക്കിപ്പോൾ ജീവൻ വെച്ചിരിക്കുക. 270 കെട്ടിടങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ട് പൊളിച്ചു നീക്കിയിട്ടുള്ളത്. എല്ലായിടത്തും ജനങ്ങളും വ്യാപാരികൾ മറ്റ് സഹോദരന്മാരൊക്കെ തന്നെ സഹകരിക്കുന്ന സ്ഥിതിയാണ് ഉണ്ടായിട്ടുള്ളത്. 7.4 ഹെക്ടർ ഭൂമി 344 കോടി രൂപ മുടക്കിയാണ് ഏറ്റെടുത്തിട്ടുള്ളത്. 4 ലൈൻ കാരേജ് വേ, അതുപോലെ യൂട്ടിലിറ്റി ഡക്റ്റ് ഉൾപ്പെടെ മോഡൽ റോഡായി ഇത് വികസിപ്പിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. മനോഹരമായ ഒരു റോഡാക്കി ഇതിനെ മാറ്റാനാകും. കുറച്ചങ്ങോട്ട് പോയ എരഞ്ഞിപ്പാലത്ത് ഒരു ഫ്ലൈ ഓവറുമായി ബന്ധപ്പെട്ട വിഷയമുണ്ട്. അപ്പോൾ ജലഗതാഗത പാതയുടെ ഭാഗമായി കനാൽ സിറ്റി കാലിക്കറ്റ് കൊണ്ടുവരാൻ 1100 കോടി രൂപയാണ് സംസ്ഥാന സർക്കാർ മുടക്കുന്നത്. കോഴിക്കോട് നഗരം തന്നെ മാറും. കാലിക്കറ്റ് ന്യൂ കാലിക്കറ്റായി മാറും. അതിലൂടെ വാട്ടർ ട്രാൻസ്പോർട്ട്, ജലഗതാഗത പാതയുടെ ഭാഗമായുള്ള വാട്ടർ ട്രാൻസ്പോർട്ടിന് പുറമെ ജനങ്ങൾക്ക് നഗരത്തിൻ്റെ ഒരറ്റത്ത് മറ്ററ്റത്ത് പോകാൻ, ഇപ്പോൾ യാത്ര ചെയ്യാൻ റോഡ് മാർഗം പറ്റാത്തവർക്ക് പോകാനുള്ള സൗകര്യം, ടൂറിസത്തിൻ്റെ ആംഗിൾ, ഇതൊക്കെ വെച്ചുകൊണ്ടാണ് കനാൽ സിറ്റി. അപ്പം അതുമായി ബന്ധപ്പെട്ട ചില ചർച്ചകൾ എരഞ്ഞിപ്പാലത്തെ ഫ്ലൈ ഓവറുമായി ബന്ധപ്പെട്ട് നടക്കേണ്ടതുണ്ട്. അതിനൊരു DPR ഇപ്പോൾ തയ്യാറാക്കിയിട്ടുണ്ട്. ഇവിടെ പൊതുവെ പരിശോധിച്ചാൽ ഇത് സമയബന്ധിതമായി പൂർത്തീകരിക്കാനാകുമെന്നുള്ളതാണ്. ഇതിൻ്റെ 1-2 വിഷയങ്ങൾ കൂടി പരിഹരിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ ടെൻഡർ സ്റ്റേജിലാണ്. ടെൻഡർ ചെയ്ത് റോഡ് പണി ആരംഭിക്കാം. റോഡ് പണി ആരംഭിച്ചാൽ അത് യുദ്ധകാലാടിസ്ഥാനത്തിൽ നടത്തി ജനങ്ങൾക്ക് തുറന്നു കൊടുക്കാനാകും. അത് വലിയ മാറ്റമായിരിക്കും നഗരത്തിലുണ്ടാക്കുക. നഗരത്തിൽ മാത്രമല്ല, കോഴിക്കോട് മലബാറിലാകെ വരുന്ന ജനങ്ങൾക്ക് ഈ റോഡ് വലിയ ആശ്വാസമായി മാറും. അതിൽ സഹകരിച്ച എല്ലാവരോടും പ്രത്യേകം നന്ദി പറയും. അത് തീർച്ചയായിട്ടും നമ്മളിപ്പോൾ ഇതിനൊക്കെ ഈ ഗവൺമെൻറ് വന്നതിന് ശേഷം ഓരോ മാസവും ഇതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾക്ക് പ്രത്യേക യോഗം കൂടിയിട്ടുണ്ട്. ജില്ലാ ഭരണകൂടം എല്ലാ നിലയിലും സഹകരിച്ചു. അങ്ങനെ ഇത് ഈ നിലയിൽ പരിഹരിച്ചതുകൊണ്ടാണ് ഇപ്പോൾ ഈ കുരുക്കഴിയുന്നത്. ഇനി 95% ഇതിൻ്റെ കാര്യങ്ങൾ പൂർത്തീകരിച്ചു അല്ലേ? 95% പൂർത്തീകരിച്ചു. അതെ, 95% മുകളിലായി. അപ്പോൾ റോഡ് പ്രവൃത്തി ആരംഭിക്കാം. അപ്പം അതുമായി ബന്ധപ്പെട്ട ചില മറ്റ് നിയമകാര്യങ്ങളും സാങ്കേതിക കാര്യങ്ങളുണ്ട്. അതുകൂടി ആയിക്കഴിഞ്ഞാൽ റോഡ് ടെൻഡർ ചെയ്ത് പ്രവൃത്തി ആരംഭിക്കാം.
ഒരു 8.5 കിലോമീറ്റർ റോഡ് ടെൻഡർ ചെയ്ത് പ്രവൃത്തി ആരംഭിക്കാൻ എത്ര സമയമാണോ വേണ്ടത്, പ്രവൃത്തി പൂർത്തീകരിക്കാൻ എത്ര സമയമാണോ വേണ്ടത്, ആ സമയത്ത് പൂർത്തീകരിക്കും. ആ സമയത്ത് പൂർത്തീകരിക്കാൻ വേണ്ടി യുദ്ധകാലാടിസ്ഥാനത്തിൽ ടൈം ഷെഡ്യൂൾ നിശ്ചയിക്കും. യുദ്ധകാലാടിസ്ഥാനത്തിലുള്ള പ്രവർത്തനം നടത്തും. അത് നഗര ഹൃദയത്തിൽ വലിയ മാറ്റങ്ങൾക്ക് കാരണമായി മാറും. ഇനി കെട്ടിടങ്ങൾ പൊളിച്ചു മാറ്റാനോ അങ്ങനെ ഇനി ചില്ലറ ചില പ്രശ്നമാണ്. നമ്മൾ പരിപൂർണമായിട്ട് മാറ്റിയില്ല, പരിപൂർണമായിട്ട് പോയല്ല. അതെ, ഇനി വേറെ ചില വിഷയങ്ങളാണ്, അത് പ്രശ്നമില്ല. ഓക്കെ. ഫറൂഖ് പാലം, ഫറൂഖ് പഴയ പാലം, ചരിത്ര പ്രാധാന്യമുള്ള പാലം സംസ്ഥാന പദ്ധതിയുടെ ഉദ്ഘാടനത്തിന് വേദിയാവുകയാണ്. ഈ മാസം 14-ാം തീയതി കേരളത്തിലെ ദീപാലങ്കൃതമായ പാലങ്ങൾ എന്നുള്ള കൺസെപ്റ്റ് നടപ്പിലാക്കുന്നതിൻ്റെ ആദ്യ പടി എന്നുള്ള നിലയിൽ ദീപാലങ്കൃതമാക്കാൻ വേണ്ടി പോകുന്നത് ഫറൂഖ് പഴയ പാലമാണ്. അതിൻ്റെ തൊട്ടടുത്ത് കോർപ്പറേഷൻ്റെ പാർക്ക് നോ ഒബ്ജക്ഷൻ സർട്ടിഫിക്കറ്റ് വാങ്ങി അതും നവീകരിച്ചിരിക്കുകയാണ്. അവിടെ ചെറിയ സ്റ്റേജ് അത് വെച്ച് കലാപരിപാടികളും മറ്റുമൊക്കെ സ്ഥിരമായി നടത്താൻ പറ്റുന്നൊരു വേദിയാക്കാം. പാലം കാണാൻ വരാം, ലൈറ്റിംഗ് കാണാം, അവിടെ വന്ന് സംഗീതം ആസ്വദിക്കാം, ഭക്ഷണം കഴിക്കാം. അങ്ങനെയുള്ള ഒരു മാറ്റം അവിടെ കൊണ്ടുവരാൻ പോവുകയാണ്. 14-ാം തീയതി വൈകുന്നേരമാണ്. നിങ്ങളെല്ലാവരെയും അവിടേക്ക് ക്ഷണിക്കുക. ഒരു കാര്യം കൂടി, ഈ സമസ്ത മുഷാവറംഗം ഉമർ ഫൈസിക്കെതിരെ കേസ്, അതായത് സമസ്തയുടെ വിമർശനം വരുന്നത് വിശ്വാസികളോടുള്ള നീരസമാണ് കാണിക്കുന്നത് നടക്കുന്ന കാര്യങ്ങൾ എന്താ നോക്കാം, സംഗതി എന്താന്ന് പരിശോധിക്കും സർക്കാർ. എന്താന്ന് മനസ്സിലാക്കട്ടെ, കാര്യങ്ങൾ മനസ്സിലാക്കട്ടെ.